പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ജാതകത്തില് നാഗദോഷം ഉണ്ടെങ്കിൽ അത് മാത്രമേ ജീവിതത്തിൽ പ്രതിഫലിക്കൂ, അല്ലാതെ മനുഷ്യർക്ക് നാഗദോഷമൊന്നും വരില്ല എന്ന്. വളരെ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണിത്. മനുഷ്യജീവിതത്തിൽ ജാതകത്തിൽ നാഗദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും അവന്റെ ഇന്നത്തെ ജീവിത വൃത്തി കൊണ്ട് ചിലപ്പോൾ അവന് നാഗദോഷം വന്നു കൂടിയേക്കാം. പ്രധാനമായിട്ടും അത് നാഗങ്ങളുടെ തറ നശിപ്പിക്കൽ, നാഗങ്ങളെ കൊല്ലൽ, നാഗമുട്ട തച്ചുടയ്ക്കൽ, നാഗത്തിന്റെ അധിവാസ കേന്ദ്രങ്ങൾ തീയിട്ട് നശിപ്പിക്കൽ, അങ്ങനെ ബഹുവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ജാതകത്തിലില്ലാത്ത നാഗദോഷങ്ങൾ മൂലമുള്ള പ്രതിസന്ധികൾ വന്നുകൂടാം. ജാതകത്തിൽ പൊതുവെ രാഹു, കേതു രണ്ട് ഗ്രഹങ്ങളെ കൊണ്ടാണ് നാഗത്തിന്റെ ദോഷങ്ങളെ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 5ലും 7ലും ഈ രാഹുവോ കേതുവോ രാഹുകേതുക്കൾ ഒന്നിച്ചോ നിൽക്കുന്നത് അതിരൂക്ഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നാഗദോഷം ഉണ്ടെങ്കിൽ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ, അതിന്റെ ഏകദേശമുള്ള പ്രതിവിധികൾ, ഇവയൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാതലായിട്ടുള്ള കാരണം നാഗദോഷമായിരിക്കും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് കൃത്യമായ രീതിയിൽ പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലമായിട്ട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു വരുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഒരു ദുരിതമോചനം ലഭ്യമാവുകയും ചെയ്യും. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രത്യേകമായ പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കുക. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും, ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും യൂട്യൂബ് തന്നെ അറിയിപ്പുകൾ നൽകുക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ നാഗദോഷവുമായി ബന്ധപ്പെട്ട 10 ലക്ഷണങ്ങളെ ഞാൻ പറയുകയാണ്. ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചോട്ടെ, നമ്മുടെ മറ്റ് പല ദോഷങ്ങൾക്കും ഈ ലക്ഷണമായിട്ട് ചില സാമ്യങ്ങളൊക്കെ ഉണ്ടായി വരും. ചിലപ്പോൾ ശനിദോഷമുള്ള ഒരാൾക്ക് ഇത്തരം ലക്ഷണം ഉണ്ടാവും. ചിലപ്പോൾ രാഹു കേതുക്കൾ ദശാപരമായിട്ട് വരുന്ന ഒരാൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ 10 ലക്ഷണങ്ങൾ ഞാൻ പറയും, അതിൽ 5 എണ്ണമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വരണം. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ജാതകം എടുക്കുമ്പോൾ രാഹുകേതുക്കൾ അതിന്റെ 7ാം ഭാവത്തിൽ നിൽക്കുക. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കവാറും പേർക്ക് വിവാഹം വൈകിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം വൈകിപ്പോകുന്നത് മാത്രമല്ല, തൊട്ടരികില് മംഗല്യം എത്തിയിട്ട് ഏതാണ്ടെല്ലാം ഉറച്ചു എന്ന് മട്ടിലെത്തിയിട്ട് അത് തട്ടിമാറിപ്പോകുന്ന അനുഭവവും ഉണ്ടായി വരും. ഇത് മംഗല്യ ക്ലേശം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുത്തുക. ചിലപ്പം ഇത്തരം വ്യക്തികൾക്ക് ജാതക ദോഷങ്ങളൊന്നും കാണില്ല. അപ്പൊ പിന്നെ രാശി വെച്ച് നോക്കണം. ഏതെങ്കിലും തരത്തിൽ സർപ്പ ദുരിതങ്ങൾ, സർപ്പഭൂമിയിൽ വീട് വയ്ക്കുക, സർപ്പവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീചപ്രവൃത്തികൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിലും മംഗല്യം നേരടുത്തെത്തിയിട്ട് തട്ടിമാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ഇത് കുറച്ചു കാലം പോകുമ്പോൾ നമ്മളെക്കുറിച്ച് അപവാദങ്ങളും പരദൂഷണങ്ങളും മറ്റു ജനങ്ങൾ പറഞ്ഞ് നമ്മുടെ മംഗല്യം മുടക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും ജാതകത്തിലെ 7ാം ഭാവത്തിൽ രാഹുവോ അല്ലെങ്കിൽ കേതുവോ നിൽക്കുന്ന മിക്കവർക്കും ദാമ്പത്യപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. ചിലർക്ക് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളായിരിക്കും ഉടലെടുക്കുക. അങ്ങനെ ലൈംഗിക മരവിപ്പ്, ഉദ്ധാരണ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇവർക്കുണ്ടായി വരാറുണ്ട്. പരസ്പരം തർക്കിച്ച് ആശയവിനിമയത്തിൽ പാളിച്ചകൾ ഉണ്ടാക്കുന്നതും ഈ നാഗദോഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ കാര്യം സന്താന പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. ഈ നാഗപരമായിട്ടുള്ള ദോഷം നിലനിൽക്കുന്നവർക്ക് ഏറ്റവും അധികം കാണപ്പെടുന്നത് സന്താന പ്രശ്നങ്ങളായിരിക്കും. പലപ്പോഴും ഇവർക്ക് ശാരീരികമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഡോക്ടറെ പോയി പരിശോധിക്കുമ്പോഴൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇവർക്ക് കുഞ്ഞുണ്ടാവില്ല. പലതരം ചികിത്സ നോക്കുന്നു, പലതരം വഴിപാടുകൾ നോക്കുന്നു, പക്ഷെ ഇവർക്ക് കുഞ്ഞു കിട്ടാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്നില്ല. ഇത് പലപ്പോഴും കാണുന്ന കാര്യമാണ്. ചിലർക്ക് വ്യക്തമായിട്ട് തന്നെ ജാതകത്തിൽ പറയുന്നുണ്ട് സന്താനമില്ലായ്മ. എന്നാൽ ചിലർക്ക് അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, സന്താനം ഉണ്ടാകാതിരിക്കാനുള്ള കാരണങ്ങൾ. അപ്പൊ അതും ചികിത്സിച്ചാൽ അങ്ങോട്ട് ഭേദമാകാതിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5ാം ഭാവം വ്യക്തമായിട്ടൊരു ജ്യോതിഷം നോക്കിയിട്ട് ഈ ജാതകത്തിൽ സന്താന യോഗമുണ്ടോ, സന്താനം ഉണ്ടാകുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് നിർണ്ണയിക്കാൻ ഒരു ജ്യോതിഷന്റെ ഒരു കഴിവും കൂടെ അവിടെ പ്രയോജനപ്പെടുത്താം. ഒപ്പം തന്നെ
കൃത്യമായ രീതിയിലുള്ള വഴിപാടുകളൊക്കെ നടത്തിപ്പോയാൽ ഒരു 50-60% സന്താന ഭാഗ്യം കിട്ടാം. പക്ഷെ വളരെ നീചമായിട്ടുള്ള സ്ഥാനത്താണ് കാണപ്പെടുന്നെങ്കിൽ നാഗം നിൽക്കുന്നതെങ്കിൽ സന്താന ഭാഗ്യം വളരെ കുറവായിരിക്കും. ചിലപ്പം കുഞ്ഞ് ഉണ്ടായാൽ തന്നെ ആ കുഞ്ഞ് നിലനിന്നു പോകാൻ പ്രയാസമായിരിക്കും. അത് വിശദമായിട്ട് പരിശോധിച്ച് അതിന് വേണ്ടുന്ന ശക്തമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ മാത്രമേ അവിടെ ഒരു ബലം കിട്ടുള്ളൂ എന്നും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. 4ാമത്തെ കാര്യം പാമ്പുകളെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. ഈ നാഗദോഷമുള്ള ആൾക്കാർക്ക് നിരന്തരമായിട്ട് പാമ്പുകളെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. മിക്കവാറും എല്ലാം പാമ്പ് ഓടിക്കുന്നതായിട്ടോ തന്നെ ചുറ്റി വരിയുന്നതായിട്ടോ കുത്തുന്നതായിട്ടോ ഉള്ള സ്വപ്നങ്ങളായിരിക്കും. 1-2 തവണയൊന്നും അല്ല, ഒരുപാട് തവണ ഇവർ ഇത് കണ്ടുകൊണ്ടിരിക്കും, ഭയന്നുകൊണ്ടിരിക്കും. പാമ്പുകളുമായി ബന്ധപ്പെട്ട് കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ദോഷകരമാണെന്ന് പറയുന്നില്ല. വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളൊക്കെ തന്നെ പാമ്പ് ചുറ്റി വരിയുന്നതായിട്ട് സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പാമ്പ് കടിക്കുന്ന സ്വപ്നം കാണുന്നത് മൂലം അപകടം ഒഴിഞ്ഞു മാറുന്ന പ്രത്യേകതയും ചില വ്യക്തികളുടെ കാര്യത്തിൽ കാണാറുണ്ട്. ആ സ്വപ്നവ്യാഖ്യാനത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നാഗദോഷമാണോ അല്ലയെന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. 5ാമത്തെ കാര്യം രോഗങ്ങൾ എന്നുള്ളതാണ്. നാഗപരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്നത് തൊലിപ്പുറത്തെ അസുഖങ്ങളാണ്. ചില ചർമ്മ വൈകല്യങ്ങൾ, ചില പൊളിപ്പുകൾ, പൊളിഞ്ഞിളകുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. പലപ്പോഴും സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തെ നാഗവുമായി ബന്ധപ്പെട്ട രോഗമായിട്ട് പലരും കണക്കൂട്ടുന്നുണ്ട്. ഇല്ല, അതൊരു ചർമ്മരോഗമാണ്. ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നത് ചർമ്മരോഗമാണ്. ഇതങ്ങനെയൊന്നുമല്ല. അത് നോക്കുമ്പോൾ സോറിയാസിസ് പോലെ ഇരിക്കുമെങ്കിലും അത് സോറിയാസിസ് അല്ല എന്നായിരിക്കും വൈദ്യരോ ഡോക്ടറോ ഒക്കെ പറയുന്നത്. അതുപോലെ ചർമ്മം പൊളിഞ്ഞിളങ്ങുന്ന പല പല അസുഖങ്ങളുണ്ടാകും. കാല് വിണ്ട് കീറുക, നാവിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടാകുക, അങ്ങനെയൊക്കെയുള്ളത് പലപ്പോഴും നാഗസംബന്ധിയായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. 6ാമത്തെ കാര്യം ധനനഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. ധനനഷ്ടം നമുക്കറിയില്ല, പല കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവും. നാഗവുമായി ബന്ധപ്പെട്ട ധനനഷ്ടം ഉണ്ടാകുമ്പോൾ ഒരു ലക്ഷണമുണ്ട്. നമുക്ക് ഒരുപാട് പാഴ്ചെലവ് വരുന്ന ദിവസത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ആയില്യം ദിവസമാണോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ആയില്യ ദിവസത്തിൻ്റെ അന്ന് ഒരുപാട് ധനം നമുക്ക് കൂടുതലായിട്ട് ചിലവഴിഞ്ഞ് പോവുകയാണെങ്കിൽ അത് നമുക്ക് നാഗകോപം മൂലമുള്ള ലക്ഷ്മി സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. എളുപ്പം തിരിച്ചറിയാം ആയില്യ ദിവസം ഒരിക്കൽ ഇവർക്ക് ധനനഷ്ടം കൂടുതലായിട്ട് വരുന്നത്. ഇതൊന്ന് നിരീക്ഷിക്കുക. ഇത് കറക്റ്റാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതൊരു അസ്ട്രോളജറുടെ സേവനത്തോടു കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. 7ാമത്തെ കാര്യം മാനസികമായിട്ടുള്ള അസ്വസ്ഥത എന്നുള്ളതാണ്. വ്യക്തികൾക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ സ്വാഭാവികമായിട്ട് വന്നുകൂടും. പക്ഷേ നാഗപരമായിട്ടുള്ള ദോഷമുള്ള ഒരാൾക്ക് വരുന്ന അസ്വസ്ഥത പലപ്പോഴും ആ നാഗത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ അതുമായി ബന്ധപ്പെട്ട ഭയങ്ങളോ അങ്ങനെ നെള്ളിച്ചായിരിക്കും വരുന്നത്. തൻ്റെ വീടിന് മുകളിൽ പാമ്പ് കയറിയിരിക്കുന്നു, ഏതെങ്കിലും മാളങ്ങളിൽ നിന്ന് പാമ്പിറങ്ങി വരുന്നു, ഇങ്ങനെയൊക്കെ ഇയാൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും രാത്രിയിലൊക്കെ നടന്നു പോകുമ്പം കാലിലെന്തോ കടിച്ചു, അത് പാമ്പ് കടിച്ചതാണ് എന്ന് അയാൾക്കൊരു തോന്നലുണ്ടാകുന്നു. അതിനെ നോക്കുന്നു. അത് ചിലപ്പോൾ ഏതെങ്കിലും മുള്ളോ മറ്റോ കൊണ്ടായാലും അയാൾക്ക് ഭയങ്കര പേടിയായിരിക്കും. നാഗം തന്നെ ശല്യം ചെയ്തതാണ്, കടിച്ചതാണെന്നൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് നാഗസംബന്ധിയായിട്ടുള്ള ഭയം കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കും. അത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. 8ാമത്തെ കാര്യം വീട്ടിലും പരിസരത്തും നിരന്തരമായിട്ട് പാമ്പ് കയറി വരിക എന്നുള്ളതാണ്. മാസത്തെ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ വീട്ടിലും പരിസരത്തും പാമ്പ് കയറി വരുന്നത് ആ വീടുമായി ബന്ധപ്പെട്ട് നാഗദോഷം നിലനിൽക്കുന്നത് കൊണ്ടാണ്. നാഗത്തിന്റെ മണ്ണാകാനുള്ള സാധ്യത കൂടുതലാണ്. പരമാവധി നമ്മൾ നാഗത്തിനെ ഉപദ്രവിക്കാതെ വിടുക എന്നുള്ളതാണ്. റെസ്ക്യൂ ചെയ്യുക എന്ന് പറയും, അതിനെ മാറ്റി വിടുകയാണ്. അവിടെ വെച്ച് നാഗത്തിനെ കണ്ടോടനെ തല്ലി കൊല്ലരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. വീട്ടിൽ ഇങ്ങനെ പാമ്പുകൾ അടിക്കടി വരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ഒന്ന് നിരീക്ഷിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം. 9ാമത്തെ കാര്യം പ്രവൃത്തികൾക്ക് മേൽ തടസ്സം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. സാധാരണ വിഘ്നങ്ങൾ വരുന്ന വിനായകനുമായി ബന്ധപ്പെട്ട് വിനായക പ്രീതി കുറഞ്ഞു നിൽക്കുമ്പോഴാണ് വിഘ്നം കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ നാഗബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പ്രത്യേക രീതിയുണ്ട്. കുരുക്കഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്ന് പറയും. ഈ വള്ളിക്കെട്ട് എന്നൊക്കെ നമ്മൾ പണ്ട് പറയുന്നത് ഈ പാമ്പിന്റെ സ്വഭാവം പോലെ ചുറ്റി പിണഞ്ഞു വരും പോലെ ഒരു പ്രശ്നത്തിന് മേലെ ഒന്നിന് മേലെ ഒന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും നാഗപരമായിട്ടുള്ള ദോഷത്തിന് ഒരു ലക്ഷണമാണ്. 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നാഗങ്ങളുടെ നടയിലെത്തുമ്പോൾ എന്തെങ്കിലും അശുഭങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നതായി തോന്നുക, മനസ്സിൽ ചില കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നുള്ള തോന്നലുകൾ ഉടലെടുക്കുക, നാഗബിംബം കാണുമ്പോൾ അതെപ്പോഴും നമുക്ക് ലക്ഷണയുക്തമല്ലാത്ത രീതിയിൽ കാണുക, അമംഗളകരമായിട്ട് ആ ബിംബങ്ങൾ ഇരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുക, ഇതൊക്കെ നാഗപരമായിട്ടുള്ള കോപം നമ്മൾ മേൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തുറന്ന ലക്ഷണമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാഗങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷങ്ങളുള്ളവരിൽ പൊതുവായി കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് ഇവ. അപ്പോൾ ഇത് നിങ്ങളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ
പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നാഗകോപമുണ്ടോ അല്ലെങ്കിൽ നാഗദോഷമുണ്ടോ എന്നറിയാൻ ഒരു അസ്ട്രോളജറുടെ സേവനം തേടാം. അതിന് തൽക്കാലമായിട്ട് കഴിയാത്ത ആൾക്കാരും കുറഞ്ഞ പക്ഷം 5 വട്ടമെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ആയില്യ ദിവസം മഞ്ഞൾപ്പൊടി പാലും ഇവ നടക്കി വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ വീട്ടില് കളമിട്ട് അനന്തനാഗരാജ പൂജ കഴിപ്പിക്കുന്നതും 100 പാലും കൊടുക്കുന്നതൊക്കെ വളരെ ഗുണകരമാണ്. ഇത് വലിയ ദോഷമാണെങ്കിൽ, പ്രത്യേകിച്ച് കാലസർപ്പ ദോഷം പോലുള്ള ദോഷങ്ങളൊക്കെ ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ കാളസർപ്പ ദോഷം വരുമ്പോൾ എല്ലാവരും കാളഹസ്തിയിൽ പോയിട്ട് ദോഷം തീർക്കുന്ന രീതിയുണ്ട്. ചിലർക്ക് അതിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. ഈ കാളഹസ്തി പോയാലും ഇവർക്ക് ഗരുഡയന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം ആ ദോഷങ്ങൾ നമുക്ക് കുറച്ചെടുക്കാമെങ്കിലും ചെറിയ അശടുകളൊക്കെ അതിന്മേൽ നമുക്ക് കിടക്കും. അപ്പോൾ ഗരുഡയന്ത്രം ധരിച്ച് ബാക്കിയുള്ള ബാലൻസ് ആയിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും കൂടെ ഒരു പരിഹാരം കാണുന്നത് നല്ലതാണ്. ഇനി കാളഹസ്തി പോവാത്തവർക്കും ഗരുഡയന്ത്രം തയ്യാറാക്കി ധരിക്കാവുന്നതാണ്. മാത്രമല്ല ആയില്യ ദിവസം വ്രതം എടുക്കുന്നതും നാഗപരമായിട്ടുള്ള ദോഷത്തിന് ഗുണകരമാണ്. ആയില്യ വ്രതം എന്ന് പറയുന്നത് അറിയാമായിരിക്കുമല്ലോ. ഒരു നേരം ആഹാരം കഴിച്ച് മറ്റുള്ള നേരം പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിച്ച് ഉപവസിക്കുന്ന രീതിയാണ് ഇതിലുള്ളത്. തലേ ദിവസമായിട്ടാണ് വ്രതം തുടങ്ങുന്നത്. മിക്കവരും ക്ഷേത്രത്തിൽ പോയി പടച്ചോറ് അവിടെ കിട്ടും, പടച്ചോറ് മേടിച്ചുകൊണ്ട് വന്നാണ് കഴിക്കാറുള്ളത്. ആയില്യവ്രതം ഒട്ടുമിക്ക പേരും എടുക്കുന്നത് മംഗല്യപരമായിട്ടുള്ള തടസ്സങ്ങൾ വരുമ്പോഴാണ് പൊതുവിൽ ഇതെടുക്കുന്നത്. സന്താനപരമായിട്ടുള്ള ദോഷങ്ങൾ, സന്താനത്തിന് അരിഷ്ടതകൾ ഉണ്ടാവുക, സന്താനം ലഭ്യമാകാതെ പോവുക, അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ നാഗദോഷമുള്ളവർക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ മണ്ണാറശാല പോയി ഒന്ന് ദർശനം നടത്തണം. ഒരു ദോഷത്തിൻ്റെ ഒരു വലിയ കാഠിന്യാവസ്ഥ കുറച്ച് കിട്ടാൻ അത് ഗുണകരമാണ്. മാത്രമല്ല നാഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല ഒരു വെള്ളിയിലെ ചെറിയ നാഗരൂപം വാങ്ങി വലത് കൈയിലെ മോതിരവിരൽ വെള്ളി നാഗരൂപത്തിന്റെ പുറത്ത് സ്പർശിച്ച് ഓം ഹ്രീം അനന്തനാഗമൂർത്തയെ സർവസർപ്പാപരാധം ക്ഷമസ്വ എന്നുള്ള മന്ത്രം ജപിച്ചിട്ട് ഈ നാഗത്തിന്റെ രൂപം കാവിലോ ക്ഷേത്രത്തിലോ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ രാഹുശാന്തി ഹോമം, കേതുശാന്തി ഹോമം ഇവയൊക്കെ യഥാവിധി അതിൻ്റെ ആ ജാതകത്തിൻ്റെ രാഹു കേതുക്കളുടെ നിലയൊക്കെ പരിശോധിച്ചിട്ട് ചെയ്യുന്നതും ഉത്തമമാണ്. സർവോപരി ഒരു ജ്യോതിഷൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള ഒരാൾ കണ്ടുമുട്ടിയിട്ട് അദ്ദേഹം പറയുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം. എങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന കാര്യങ്ങൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവയൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ശ്രദ്ധ RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.